ബോധിധർമ്മനെക്കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞതിൽ ഞാൻ ഒരിടത്തും തന്നെ ആയോധന കലകളുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ പറഞ്ഞില്ല. നമ്മുടെ ഈ വീഡിയോയുടെ ടോപ്പിക്ക് തന്നെ ബോധിധർമ്മനും ഇന്ത്യൻ ആയോധന കലകളുമായിട്ടുള്ള ബന്ധമാണ്. ഇതിൻ്റെ പ്രധാന കാരണം ബോധിധർമ്മനും ആയോധന കലകളുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടിയാണ്. ഇത് പലരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷേ ചരിത്ര രേഖകൾ സൂചിപ്പിക്കുന്നത് ഇതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് ചൈനയുടെ ഒരു ആയോധന ചരിത്രത്തെ പറ്റിയും ഷാവോലിൻ്റെ ഒരു ആയോധന ചരിത്രത്തെ പറ്റിയും അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിലേക്ക് കടക്കും മുൻപ് ആയോധന കലകൾ എന്ന വാക്കിൻ്റെ ഡെഫിനിഷനാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പം ഇന്ന് നമ്മൾ ആയോധന കലകൾ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത് തോക്കും പീരങ്കിയൊന്നും അല്ലാതെ ആൾക്കാർ പണ്ട് വാളും പരിചയും കുന്തവും മറ്റു ആയുധങ്ങളും അല്ലെങ്കിൽ വെറുങ്കൈ മുറകളുമായിട്ടുള്ള യുദ്ധമുറകൾ പരിശീലിക്കുന്നതിനെയൊക്കെയാണ് നമ്മൾ ആയോധന കലകൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡെഫിനേഷൻ വെച്ച് നോക്കുമ്പോൾ ലോകത്ത് എല്ലാ സംസ്കാരങ്ങളും എല്ലാ രാജ്യങ്ങളും എല്ലാ സൈനികരും പരിശീലിച്ചുകൊണ്ടിരുന്നത് ആയോധന കലകളാണ്. യൂറോപ്പിൽ മിഡീവൽ കാലഘട്ടത്തിൽ രചിച്ച ആയോധന പരിശീലനത്തിൻ്റെ മാനുവൽസ് പരിശോധിച്ചാലും അതും വളരെ ചിട്ടയായി രൂപപ്പെടുത്തിയ പരിശീലന പദ്ധതികളാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയോധന കലകൾ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ചില ഭാഗങ്ങളിൽ ഇന്ത്യയിലും ചൈനയിലും ജപ്പാനിലും ഒക്കെ മാത്രമുള്ള ഒരു കാര്യമാണെന്നും, അല്ലെങ്കിൽ ഇത് ഒരു വ്യക്തി ഉണ്ടാക്കി അത് ഒരിടത്തേക്ക് പറിച്ച് നട്ടു അല്ലെങ്കിൽ ഒരിടത്തേക്ക് കൊണ്ടുപോയി പിന്നെ അവിടെ അത് വ്യാപിച്ചു, അങ്ങനെയുള്ള കഥകളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്. അതാണ് നമ്മൾ ജീവിക്കുന്ന ഒരു പെർട്ടിക്കുലർ സംസ്കാരത്തിൽ നിന്ന് പുറത്തു വന്ന് നമ്മൾ ലോകത്തുള്ള എല്ലാ സംസ്കാരങ്ങളെ പറ്റി പഠിക്കുമ്പോൾ അവരുടെ ചരിത്രവും അവരുടെ ആയോധന കലാ സമ്പ്രദായങ്ങളെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് വേറൊരു കാഴ്ചപ്പാടുണ്ടാകും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇനി മദർ ഓഫ് ഓൾ മാർഷൽ ആർട്സ് അല്ലെങ്കിൽ എല്ലാം ഒന്നിന്നുണ്ടായി അല്ലെങ്കിൽ ഏതോ ഒരു ഐതിഹ്യ പുരുഷൻ ദൈവികമായ ഒരു സോഴ്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് അങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുകൾക്ക് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. ചൈനയുടെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പോലെ തന്നെ ലോകത്തിലെ പുരാതനമായ ഒരു സംസ്കാരങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അവിടെയും ഒരുപാട് രാജ്യങ്ങളും ഒരുപാട് യുദ്ധങ്ങളും സംഘർഷങ്ങളും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പുരാതന കാലം തൊട്ടേ ഉണ്ടായിട്ടുണ്ട്. അപ്പം അവിടെ എല്ലാം തന്നെ ഈ സൈനികർ പരിശീലിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ ആയുധങ്ങളുടെ ടെക്നോളജി എല്ലാം തന്നെ അവരുടെ രീതിയിലുള്ള ചിട്ടപ്പെടുത്തലുകളും ഡെവലപ്മെൻറ്റും ഉണ്ടായിട്ടുണ്ട്. ചൈനയിൽ പരിശീലിച്ചുകൊണ്ടിരുന്ന ആയോധന മുറകളെ പറ്റിയുള്ള ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു പരാമർശം ലഭിക്കുന്നത് BC 5-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടു എന്ന് കരുതുന്ന സ്പ്രിംഗ് ആൻഡ് ഓട്ടം ആനൽസ് എന്ന് പറഞ്ഞൊരു രചനയിലാണ്. ഇതിൽ വെറുങ്കൈ മുറകളുടെ പല തിയറികളും ഹാർഡായിട്ടുള്ള ടെക്നിക്സിനെ പറ്റിയും സോഫ്റ്റ് ആയിട്ടുള്ള ടെക്നിക്സിനെ പറ്റിയൊക്കെ വിവരണങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. 2-ാം നൂറ്റാണ്ടിൽ നിന്നും ലഭിച്ച ഹാൻ ഡൈനാസ്റ്റിയുടെ റെക്കോർഡുകളിലും ഇതുപോലുള്ള വെറുങ്കൈ മുറകളെയും ആയുധമുറകളെയും തരംതിരിക്കുന്ന രീതിയിലുള്ള പല പരാമർശങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. 1-ാം നൂറ്റാണ്ടിൽ ബാൻഗു എന്ന ആൾ എഴുതിയ ഹാൻഷു എന്ന രചനയിൽ 6 അധ്യായങ്ങൾ വെറുങ്കൈ മുറകളെ വിവരിക്കാനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ പിന്നീടുണ്ടായ പല ഗ്രന്ഥങ്ങളിലും ഇങ്ങനെയുള്ള ആയോധന മുറകളെ പറ്റിയുള്ള വിവരണങ്ങളും അല്ലെങ്കിൽ അന്നിറങ്ങിയിട്ടുള്ള കഥകളിലും കവിതകളിലും വാൾ പയറ്റുമുറകളെ പറ്റിയും എല്ലാം തന്നെയുള്ള ഓരോ വിവരണങ്ങളും കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഷാവോലിൻ മഠത്തിൻ്റെ ചരിത്രത്തിലേക്ക് പോകാം. അതിൻ്റെ ആയോധന പാരമ്പര്യത്തെക്കുറിച്ച് എന്താണ് ചരിത്ര രേഖകളിൽ നമുക്ക് ലഭിക്കുന്നതെന്ന് നോക്കാം. AD 495 വടക്കൻ വെയ് ഭരണകാലത്താണ് ഇന്നത്തെ ഹെനാൻ പ്രവിശ്യയിലെ ഡങ്ഫങ് എന്ന സ്ഥലത്ത് സോങ് ഷാൻ അഥവാ സോങ് മലനിരകളിലാണ് ഷാവോലിൻ മഠം സ്ഥാപിക്കപ്പെട്ടത്. ചെറിയ കാട് എന്ന അർത്ഥം വരുന്ന ചിഹ്നത്തിൻ്റെ വടക്കൻ ചൈനീസ് ഭാഷയായ മാൻഡറിനിലാണ് ഷാവോലിൻ എന്ന് ഉച്ചരിക്കുന്നത്. കാൻഡനീസ് ഭാഷയിൽ സില്ലം എന്നും ജാപ്പനീസിൽ ഷോറിൻ എന്നുമാണ് ഉച്ചരിക്കേണ്ടത്. കേരളത്തിൽ ഒരു കളരിപ്പയറ്റ് അക്കാഡമി ഒരു കാലത്ത് കേരളത്തിൽ പണ്ട് നിലനിന്നിരുന്ന ശാലകളിൽ നിന്നാണോ ഷാവോലിൻ ഉണ്ടായെന്നൊക്കെയുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരു ഇന്ത്യൻ വാക്കിൻ്റെ ഒരു ചൈനീസ് ഉച്ചാരണമല്ല. ഇത് 2 ചിഹ്നങ്ങൾ, അതായത് ചെറുത് എന്ന ചിഹ്നവും കാട് എന്ന ചിഹ്നവും ചേർത്ത് വെച്ചുള്ള ഒരു ഉച്ചാരണമാണ് ഷാവോലിൻ എന്നുള്ളത്. ഈ 2 ചിഹ്നങ്ങളും മറ്റ് വാക്കുകൾക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശാല എന്ന വാക്കിൻ്റെ ചൈനീസ് അല്ല ഷാവോലിൻ. ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു സന്യാസിയായ ബുദ്ധഭദ്രൻ, ചൈനീസിൽ അദ്ദേഹത്തെ ഫൂതോ ബാത്തോ എന്നാണ് പറയുന്നത്, അദ്ദേഹത്തിന് വേണ്ടിയാണ് ഷാവോലിൻ മഠം സ്ഥാപിക്കപ്പെട്ടതെന്നും അവിടെ നിന്നാണ് ഒരുപാട് സംസ്കൃത മഹായാന ബൗദ്ധ ഗ്രന്ഥങ്ങൾ ചൈനീസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഈ ബുദ്ധഭദ്രൻ്റെ 2 ശിഷ്യന്മാരുടെ കായിക ബലത്തെപ്പറ്റി ചില രേഖകളിൽ പരാമർശിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ആയോധന കലയായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എങ്കിൽ പോലും ഇത് ഷാവോലിൻ്റെ ഒരു ആയോധന പാരമ്പര്യം അന്നേ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഒരു രീതിയിൽ പലരും പറയാറുണ്ട്. ഈ വടക്കൻ വെയ് ഭരണത്തിന് ശേഷം വന്ന സ്വൈ ഭരണകർത്താക്കളും ഷാവോലിൻ ഒരുപാട്
സഹായങ്ങളും സ്ഥലങ്ങളും കൊടുക്കുകയുണ്ടായി. സ്വൈ ഭരണത്തിൻ്റെ അവസാന കാലഘട്ടം ആയപ്പോഴത്തേക്കും അവിടുത്തെ ലോ ആൻഡ് ഓർഡർ എല്ലാം തകരുകയും ഷാവലിൻ പോലുള്ള സമ്പത്തും സ്ഥലവുമൊക്കെയുള്ള മഠങ്ങളൊക്കെ പല കൊള്ളക്കാരുടെയും മറ്റും ആക്രമണത്തിന് ഇരയാകുകയും ചെയ്തു. ആ സമയത്താണ് ഇങ്ങനെയുള്ള മഠങ്ങളും മറ്റും സ്വകാര്യ സേനയെ നിയമിക്കാൻ തുടങ്ങിയത്. ഈ സേനയിലുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പടയാളികളും അല്ലെങ്കിൽ മറ്റു വാടക സൈനികരും ഒക്കെ ആയിരുന്നു. അല്ലാതെ ഇത് സന്യാസിമാർ ഒരു ആയോധന പരിശീലനം നേടി അവർ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇന്ന് പല സിനിമകളിലും പോപ്പുലർ കഥകളിലും ഒക്കെ വരുന്നത്. പക്ഷെ ചരിത്രപരമായി ഇങ്ങനെയുള്ളതെല്ലാം ഇങ്ങനെ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തിയത് പഴയ പട്ടാളക്കാരും അല്ലെങ്കിൽ നിയമത്തിൽ നിന്ന് ഒളിച്ചോടി കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ആയിരുന്നു ഇങ്ങനെയുള്ള ചെറിയ സൈനിക ഗ്രൂപ്പുകളിൽ ഉണ്ടായിരുന്നതായിട്ടാണ് ചരിത്ര രേഖകൾ പറയുന്നത്. സ്വൈ ഡൈനാസ്റ്റിക്ക് ശേഷം ടാങ് ഡൈനാസ്റ്റിയാണ് ഭരണത്തിൽ വന്നത്. അപ്പോൾ ഈ കാലയളവിലുണ്ടായ ആഭ്യന്തര കലാപത്തിൽ ഈ ഷാവനിലെ ഈ സ്വകാര്യ സേന ടാങ് ഡൈനാസ്റ്റി ആയിട്ട് കൂടിച്ചേർന്നാണ് യുദ്ധം ചെയ്തത്. അതിൽ ലീ ഷിമിങ് എന്ന് പറഞ്ഞൊരു രാജകുമാരനെ ഷാവലിൻ്റെ സൈന്യം രക്ഷിച്ചതായിട്ടും അതിനുശേഷം ഈ ലീ ഷിമിൻ ടാങ് രാജാവായി മാറിയപ്പോഴത്തേക്ക് അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളും സ്വത്തുക്കളും ഷാവലിനായിട്ട് ദാനം ചെയ്തു എന്നുള്ള രേഖകൾ ലഭ്യമാണ്. അതിപ്പോൾ ഷാവലിനിലെ കൽപ്പലകളിൽ കൊത്തിവെച്ചിട്ടുണ്ട് ആ ചരിത്രം. പടയാളികളും സന്യാസിമാരും അടങ്ങുന്ന സൈന്യം ടാങ് ഡൈനാസ്റ്റിക്ക് വേണ്ടി 610-ലും 621-ലും പോരാടി. അപ്പോൾ ഈ ടാങ് രേഖകളിൽ ഒന്നും തന്നെ ഷാവലിനിലെ സന്യാസിമാർ ആയുധ പരിശീലനം നടത്തിയെന്നോ അല്ലെങ്കിൽ ഷാവലിൻ്റെതായിട്ട് എന്തെങ്കിലും ഒരു ഫൈറ്റിംഗ് രീതി ഉണ്ടായിരുന്നതായിട്ടോ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ടാങ് ഡൈനാസ്റ്റിയിലെ ഈ രാജാവ് നൽകിയ മെസ്സേജിൽ പല ധനങ്ങൾ നൽകിയതിനെ പറ്റിയും അവരുടെ സഹായത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് ആയിരുന്നെങ്കിൽ പോലും അതിലൊരു വാർണിംഗ് കൂടെ ഉണ്ടായിരുന്നു. ഇനി മുതൽ ഇങ്ങനെയുള്ള പ്രൈവറ്റ് സൈന്യങ്ങളെ വെക്കുന്നത് അവരുടെ നിയമപരിപാലനത്തിനൊരു തടസ്സമാണെന്നും അത് ഇനി പാടില്ല എന്നും അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള 8 നൂറ്റാണ്ടുകളിൽ ഷാവലിൻ ഏതെങ്കിലും സൈന്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെട്ടുവെന്നോ അല്ലെങ്കിൽ ഷാവലിനിലെ ആയോധന കലകൾ പരിശീലിച്ചുവെന്നോ ഉള്ള ഒരു രേഖയും നമുക്ക് ലഭ്യമല്ല. ഈ കാലഘട്ടത്തിൽ ഭരിച്ച സോങ് ഡൈനാസ്റ്റിയും മംഗോളിയറിലെ യുവാൻ ഡൈനാസ്റ്റിയും മിങ് കാലഘട്ടവും എല്ലാം തന്നെ വളരെ ശക്തമായ കേന്ദ്രീകൃത ഭരണ സംവിധാനങ്ങളായിരുന്നു. ഷാവലിനും ആയോധന കലകളുമായിട്ടുള്ള ചരിത്രം തുടങ്ങുന്നത് മിങ് ഡൈനാസ്റ്റിയുടെ അവസാന കാലഘട്ടത്തിലായിരുന്നു, അതായത് 16-ാം നൂറ്റാണ്ടിലാണ്. ഈ കാലഘട്ടം ആയപ്പോഴത്തേക്കും മിങ് ഡൈനാസ്റ്റി ക്ഷയിക്കുകയും അവരുടെ ഒരു സ്ഥിര സൈന്യം ഇല്ലാണ്ടാവുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ പ്രാദേശികമായ പല നാട്ടു സൈന്യങ്ങൾ ഉണ്ടാവുകയും ഷാവലിൻ പോലുള്ള പല മഠങ്ങളും സ്വകാര്യ സേനയെ നിയമിക്കുകയും ചെയ്തു. പിന്നീട് മിങ് ഭരണകർത്താക്കൾ ഇങ്ങനെയുള്ള സൈന്യങ്ങളെ ഉപയോഗിച്ചായിരുന്നു പ്രധാനപ്പെട്ട യുദ്ധങ്ങളെല്ലാം നടത്തിയിരുന്നത്. ഈ കാലഘട്ടത്തിലാണ് ഷാവലിനിലെ ആയോധന കലകൾ അറിയപ്പെടാൻ തുടങ്ങിയത്, പ്രത്യേകിച്ച് വടിപ്പയറ്റ്. ആയോധന കലകളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ കാലയളവിൽ ഷാവലിനിൽ രചിക്കുകയുണ്ടായി. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും എല്ലാ കാലഘട്ടത്തിലും ഷാവലിൻ ആയോധന കലകൾ ആ ഉന്നത നിലവാരം നിലനിർത്തിയില്ല എന്ന് വേണം കരുതുവാൻ. 1560-ൽ യു ഡാവോയു എന്ന സൈനിക മേധാവി ഷാവലിൻ സന്യാസിമാരെ റിക്രൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് ഷാവലിൻ സന്യാസിമാരുടെ ആയോധന നിലവാരം വളരെ കുറവാണെന്ന് കണ്ടെത്തുകയും അദ്ദേഹം തൻ്റെ പട്ടാള പരിശീലകരെ ഷാവലിൻ സന്യാസിമാരെ പരിശീലിപ്പിക്കാനായിട്ട് അയക്കുകയും ചെയ്തത് അവരുടെ രേഖകളിൽ കാണാൻ കഴിയുന്നതാണ്. മിങ് ഡൈനാസ്റ്റിയുടെ ഈ അവസാന കാലഘട്ടത്തിൽ നടന്ന പല പ്രാദേശിക യുദ്ധങ്ങളിലും ഷാവലിൻ അടക്കമുള്ള പല ബൗദ്ധ മഠങ്ങളിൽ നിന്ന് സന്യാസിമാരെയും അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ സേനയും ഉപയോഗിച്ചതായി നമുക്ക് ചരിത്ര രേഖകളിൽ കാണാൻ കഴിയുന്നതാണ്. ഇക്കാലത്ത് ഷാവലിനിൽ നിന്ന് രചിച്ച ആയോധന കലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥത്തിലും ബോധിധർമ്മനുമായിട്ടുള്ള ബന്ധം കാണിക്കുകയോ അല്ലെങ്കിൽ ബോധിധർമ്മനെ പരാമർശിക്കുക കൂടെ ചെയ്യുന്നില്ല. ബോധിധർമ്മനുമായി ഷാവലിൻ ആയോധന മുറകൾ ബന്ധപ്പെടുത്തുന്നത് 19-ാം നൂറ്റാണ്ടിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ 19-ാം നൂറ്റാണ്ടിന് മുൻപ് വരെ ഷാവലിൻ ആയോധന കലകളുടെ ഉപജ്ഞാതാവായി ഷാവലിൻ സന്യാസിമാർ കരുതിയിരുന്നത് വജ്രപാണി എന്നൊരു ബോധിസത്വത്തെയാണ്. മഹായാന ബുദ്ധമതത്തിന്റെ ദേവന്മാരാണ് ബോധിസത്വങ്ങൾ. ഷാവലിൻ ഒരിക്കൽ കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ട അവസരത്തിൽ വജ്രപാണി എന്ന ബോധിസത്വം പ്രത്യക്ഷപ്പെടുകയും അവരെ തുരത്തി ഓടിക്കുകയും ചെയ്തു. അതിനുശേഷം വജ്രപാണി മറ്റു സന്യാസിമാരെ തൻ്റെ അഭ്യാസമുറകൾ പഠിപ്പിക്കുകയും അങ്ങനെയാണ് ഷാവലിൻ ആയോധന കലകൾ തുടങ്ങിയെന്നുമായിരുന്നു 19-ാം നൂറ്റാണ്ട് വരെയുള്ള വിശ്വാസം. മിങ് ഭരണത്തിന് ശേഷം വിദേശീയരായ മാഞ്ചൂരിയക്കാർ സ്ഥാപിച്ച ചിങ് ഡൈനാസ്റ്റിയുടെ കാലത്ത് ചൈനയിലുള്ള ഇങ്ങനെയുള്ള പല പ്രാദേശിക ചെറു സൈന്യങ്ങളെയും നിരോധിക്കുകയും വളരെ കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനം കൊണ്ടുവരികയും ചെയ്തു. ഈ കാരണത്താൽ ഷാവലിൻ ഉൾപ്പെടെയുള്ള പല ആയോധന കലാ സമ്പ്രദായങ്ങളും ഒരു ആയുധ പരിശീലനത്തിന് പ്രാധാന്യം കൊടുത്തുള്ള രീതിയിൽ നിന്ന് വെറുങ്കൈക്ക് പ്രാധാന്യം കൊടുത്തുള്ള രീതിയിലേക്ക് പതിയെ മാറുകയുണ്ടായി. 16-ാം നൂറ്റാണ്ടിൻ്റെയും 19-ാം നൂറ്റാണ്ടിൻ്റെ ഇടയ്ക്കുള്ള കാലയളവിൽ പല പ്രാവശ്യം ഷാവലിനിലേക്ക് ചൈനയിലെ പ്രമുഖ ആയോധന കലാ
അഭ്യാസികളെ വിളിച്ചു വരുത്തുകയും ഷാവോലിൻ അഭ്യാസ മുറ വിപുലപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാവോലിൻ നശിപ്പിക്കപ്പെടുകയോ അടച്ചിടുകയോ ചെയ്യുന്ന അവസരങ്ങളിൽ സന്യാസിമാർ മറ്റ് സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യുകയും അവിടെയുള്ള ആ പ്രദേശങ്ങളിൽ ഷാവോലിൻ്റെ രീതികൾ പ്രചരിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. ഇനി എങ്ങനെയാണ് 19-ാം നൂറ്റാണ്ടിൽ വജ്രപാണി എന്ന ബോധിസത്വത്തെ മാറ്റി ബോധിധർമ്മനെ ഷാവോലിൻ ആയോധന മുറയുടെ ഉപജ്ഞാതാവാക്കിയത് എന്ന് നമുക്ക് നോക്കാം. 19-ാം നൂറ്റാണ്ടിലാണ് ബോധിധർമ്മനെ ആയോധന കലകളുമായി ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നതെങ്കിലും 17-ാം നൂറ്റാണ്ടിൽ ഒരു ബ്രീത്തിങ് എക്സസൈസ് സിസ്റ്റത്തിൻ്റെ ഉപജ്ഞാതാവായി ബോധിധർമ്മനെ പരാമർശിക്കുന്ന ഒരു ഗ്രന്ഥം പുറത്തു വരികയുണ്ടായി. 1624 സീനിങ് ദാവോറൻ എന്ന് പറഞ്ഞൊരു താവോയിസ്റ്റുകാരൻ എഴുതിയ ഈ ജിങ് ജിങ് എന്നൊരു കൃതിയിലാണ് ഈ ആമുഖം കാണുന്നത്. ചൈനയിൽ ബുദ്ധമതം വരുന്നതിന് മുൻപ് തന്നെ ദാവോയിൻ എന്ന ഇന്ത്യയിലെ യോഗയൊക്കെ പോലുള്ള ഒരു ബ്രീത്തിങ് എക്സസൈസ് സിസ്റ്റം നിലവിലുണ്ടായിരുന്നു. ഈ ദാവോയിൻ ആണ് പിന്നീട് ചിഗോങ് എക്സസൈസുകളായിട്ട് മാറിയത്. സീനിങ് ദാവോറൻ എന്ന് പറഞ്ഞ ഈ താവോയിസ്റ്റ് എഴുതിയ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ പറയുന്നത് ബോധിധർമ്മൻ ഷാവോലിനിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തതിന് ശേഷം ഷാവോലിലെ സന്യാസിമാർ അദ്ദേഹം ഇരുന്ന സ്ഥലം പരിശോധിച്ചപ്പോൾ അവിടുന്ന് ഒരു പെട്ടി കിട്ടിയെന്നും ആ പെട്ടിയിൽ നിന്ന് കിട്ടിയ 2 ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഈ ജിങ് ജിങ്. ആമുഖത്തിൽ പറയുന്ന മറ്റൊരു കാര്യം, ഷാവോലിൻ സന്യാസിമാർ ഈ ഗ്രന്ഥത്തിൽ നിന്ന് അല്പമേ പഠിച്ചിട്ടുള്ളൂ. ആ പഠിച്ചത് വെച്ചാണ് അവരുടെ ആയോധന കലകൾ ഇത്രയും ഉന്നത നിലവാരത്തിലെത്തിയത് എന്നുമാണ് ആമുഖത്തിൽ എഴുതിയിരിക്കുന്നത്. ചൈനീസ് ഭാഷയിലല്ലാത്ത ഈ ഗ്രന്ഥം ഇന്ത്യയിൽ നിന്ന് വന്ന പ്രമിതി എന്ന സന്യാസിയെ കൊണ്ട് ചൈനീസിലേക്ക് തർജ്ജമ ചെയ്തു എന്നും അത് പല കഥാപാത്രങ്ങളുടെ കൈകൾ മാറിയാണ് ഈ ആമുഖം എഴുതിയ ആളുടെ കയ്യിലെത്തിയെന്നുമൊക്കെയാണ് പറയുന്നത്. ഈ ഗ്രന്ഥത്തെപ്പറ്റി ചരിത്രകാരന്മാർ പറയുന്നത് ഇതൊരു വ്യാജമായി രചിച്ച ഒരു ഗ്രന്ഥമാണെന്നാണ്. ഈ ഗ്രന്ഥം എഴുതിയ കാലത്ത് തന്നെ അന്നുണ്ടായിരുന്ന മറ്റ് പ്രമുഖരായ എഴുത്തുകാർ ഇദ്ദേഹത്തെ ഒരു ഇഗ്നോറൻറ്റ് വില്ലേജ് മാസ്റ്റർ എന്നാണ് പറഞ്ഞത്. കാരണം ഇതിൽ ഈ എഴുതിയ ആമുഖത്തിലുള്ള കഥാപാത്രങ്ങൾ ചിലത് ചരിത്ര പുരുഷന്മാരും ചിലത് ചില നോവലിൽ നിന്നുള്ള കഥാപാത്രങ്ങളും പിന്നെ പറയുന്ന ഈ തർജ്ജിമ ചെയ്ത ഇന്ത്യൻ സന്യാസി ആ കാലഘട്ടത്തിൽ ഒന്നും തന്നെ അല്ല ജീവിച്ചിരുന്നത്. അപ്പം ഇങ്ങനെ ഒരു വ്യാജമായ ഒരു ആമുഖം തയ്യാറാക്കിയതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രന്ഥത്തിനും ആ ഗ്രന്ഥത്തിലുള്ള ടെക്നിക്കുകൾക്കും ഒരു ആധികാരിക ലഭിക്കാൻ വേണ്ടിയും മറ്റുമായിട്ടാണെന്നാണ് സ്കോളേഴ്സിന്റെ അഭിപ്രായം. ഇതിൽ പറഞ്ഞിട്ടുള്ള എക്സസൈസുകളെല്ലാം തന്നെ ബുദ്ധമതം ചൈനയിൽ എത്തുന്നതിന് മുൻപ് തന്നെ നിലവിലുണ്ടായിരുന്ന ദാവോയിൻ എന്ന് പറഞ്ഞ എക്സസൈസുകളുടെ വേരിയേഷൻസ് തന്നെയാണ്. ഇതേ ഗ്രന്ഥം തന്നെ വേറെ ആമുഖത്തിൽ വേറെ കഥകളായിട്ടും പ്രചരിക്കുകയുണ്ടായി. ഇതിൽ ഉയരുന്ന ഒരു ചോദ്യമാണ്, താവോയിസ്റ്റുകാരനായ ഒരാൾ അയാൾ ക്രിയേറ്റ് ചെയ്ത എക്സസൈസ് സിസ്റ്റത്തിന് എന്തുകൊണ്ടാണ് സെൻ ബുദ്ധമതത്തിൻ്റെ പേട്രിയാർക്കായ ബോധിധർമ്മനെ എൻ്റെ ഉപജ്ഞാതാവായി സൃഷ്ടിച്ചതെന്ന്. ചൈനയിൽ സെൻ ബുദ്ധമതം മറ്റ് ബുദ്ധമത സെക്റ്റുകളായിട്ടുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻ കൂടുതലും ധ്യാനത്തിന് പ്രാധാന്യം കൊടുത്തുള്ളതാണ്. 12-ാം നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സെന്നിൻ്റെ ധ്യാനത്തിനുള്ള ഇമ്പോർട്ടൻസ് താവോയിസ്റ്റുകാരും അഡോപ്റ്റ് ചെയ്ത്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ചൈനയിലേക്ക് ഇങ്ങനെ ധ്യാനത്തിന് പ്രാധാന്യം കൊടുത്തുള്ള സെൻ ബോധിധർമ്മനുമായി ബന്ധപ്പെട്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ ചില ധ്യാനമുറകൾക്കും ബോധിധർമ്മൻ്റെ സെന്നിൽ നിന്ന് വന്നതാണെന്നുള്ള രീതിയിൽ അതിനെ അക്നോളജ് ചെയ്യാറുണ്ട്. ചാൻ മതത്തിന് മാത്രമാണ് ബോധിധർമ്മനുമായിട്ട് കണക്ഷൻ എന്നും ഷാവോലിൻ സന്യാസിമാരുടെ ഇടയിലുള്ള വിശ്വാസം ഷാവോലിൻ വജ്രപാണിയിൽ നിന്നാണ്, ബോധിസത്വമായ വജ്രപാണിയിൽ നിന്നാണ് ഉണ്ടായതെന്ന് ഈ താവോയി സന്യാസിക്ക് അറിയില്ലായിരുന്നിരിക്കാം. അയാൾ വിചാരിച്ചത് ചാൻ ബുദ്ധമതം വന്നതുപോലെ തന്നെ ഷാവോലിൻ മാർഷൽ ആർട്സും ബോധിധർമ്മനിൽ നിന്നായിരിക്കും വന്നത്, അല്ലെങ്കിൽ ബുദ്ധമതക്കാർ അങ്ങനെയായിരിക്കും വിചാരിക്കുന്നത്, ഷാവോലിനിൽ അങ്ങനെയായിരിക്കും വിശ്വാസം എന്ന ഒരു മുൻധാരണയിലായിരിക്കാം ഇങ്ങനെ ഒന്ന് സൃഷ്ടിച്ചതെന്നാണ് സ്കോളേഴ്സിന്റെ അഭിപ്രായം. ഇതിനെ വ്യാജമാണെന്ന് ആ